കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ശ്രദ്ധേയമായി. കാടിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത്. ചടങ്ങിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. പൂർണ്ണമായും വനാന്തർഭാഗത്ത് ശിവനും അയ്യപ്പനും ഒരു ശ്രീകോവിലിനുള്ളിൽ ഒരേ പീഠത്തിൽ അച്ഛനും മകനുമായി ഒരുമിച്ച് പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ മകരവിളക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങുകൾ ശ്രദ്ധേയമായി. ദുർഘട കാട്ടുപാതകൾ താണ്ടിയെത്തിയ നൂറുകണക്കിന് ഭക്തർ ഓരോ ചടങ്ങുകളിലും പങ്കെടുത്തു. സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. മേൽശാന്തി സജി, അഖിൽ ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വളരെ അത്യപൂർവം പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവശാക്ത ക്ഷേത്രമാണിത്. ശിവനും ശാസ്താവും ഒരേ പീഠത്തിൽ കുടികൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നിരവധി വർഷങ്ങളോളം ഇവിടെ കുടികൊള്ളുകയാണ്. അപ്പോൾ അതിൽ ഉപദേവതകളായിട്ട് മാളികപ്പുറത്തമ്മ സങ്കല്പത്തിൽ ഭദ്രകാളിയുണ്ട്, സരസ്വതിയുണ്ട്, ഗണപതി, നാഗങ്ങൾ, രക്ഷസ്, വനദുർഗ എന്നീ സങ്കല്പങ്ങളോടുകൂടി ഇവിടെ ഒരു കാനന ക്ഷേത്രമായിട്ട് ഇത് നൂറ്റാണ്ടുകളായിട്ട് സ്ഥിതി ചെയ്ത് വരികയാണ്. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ മാസവും ഇങ്ങോട്ട് വരുന്നത്. കൂടാതെ അയ്യപ്പന്മാർ ശബരിമല സങ്കല്പത്തിൽ കെട്ട് നിറച്ച് ഇവിടെ വരാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹ ആശംസകൾ ഒരുപാട് ഭക്തജനങ്ങൾ ആശ്രിതത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നിരവധി കാട്ടാനകളും വന്യമൃഗങ്ങളും എല്ലാം നിറഞ്ഞതാണ് ഈ കാനനം. മകരവിളക്കിന് അയ്യപ്പ ഭക്തർ കെട്ടുനിറച്ച ശരണം വിളികളോടെ ക്ഷേത്രത്തിൽ വരുന്ന പതിവുണ്ട് എന്നാണ് ക്ഷേത്ര അധികൃതർ പറയുന്നത്. കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടപ്പാറ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പുരാവസ്തുക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. ശിവനും അയ്യപ്പനും ഒരു ശ്രീകോവിലിനുള്ളിൽ അച്ഛനും മകനും എന്നുള്ള സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടുത്തെ പൂജ മകരവിളക്കിനാണ് ഉത്സവം. പൂജ മലയാള മാസം 1-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ്. ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് എല്ലാ മാസത്തെയും പൂജ ഈ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. ഉപപ്രതിഷ്ഠയായിട്ട് ഭദ്രകാളി, ഗണപതി, സരസ്വതി, വനദേവത, സർപ്പം, രക്ഷസ്, ദേശപിതാക്കന്മാർ എന്ന ഉപപ്രതീക്ഷകളും ഉണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.